വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാരന്റ് കമ്പനിക്ക് ഒന്നിലധികം സബ്സിഡയറീസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഈ ചാപ്റ്ററിൽ. ഈ പ്രോബ്ലത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എല്ലാ ട്രീറ്റ്മെന്റും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ നമ്മൾ ചെയ്ത പോലെ. പക്ഷെ എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ രണ്ട് സബ്സിഡയറിയുടെ കാര്യം ചെയ്യണം. അപ്പോൾ രണ്ട് സബ്സിഡറിയുടെ ചെയ്യുമ്പോൾ എന്താണ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ രണ്ട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻ ഫസ്റ്റ് സബ്സിഡറി, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻ സെക്കൻഡ് സബ്സിഡറിയിലുള്ള ഷെയർ നമ്മൾ കാണിക്കേണ്ടി വരുന്നു. മാത്രമല്ല അത് വേറൊരു കൺഫ്യൂഷനും ഇതിനകത്ത് ഇല്ല. അപ്പൊ ജസ്റ്റ് ആ പ്രോബ്ലം നോക്കുക. പി ലിമിറ്റഡ് അക്വയർഡ് 80% shares of S1 Limited and 75% shares of S2 Limited. അപ്പൊ S1 ന്റെ 80% S2 ന്റെ 75% ഷെയർസും ആണ് അക്വയർ ചെയ്തത് ഓൺ 1st April 2019. The balance sheet of the three companies as on 31st March 2020 are given below. ഇവിടെ രണ്ടുപേരുടെയും ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പി ആണ് S1നെയും S2നെയും അക്വയർ ചെയ്തത്. പിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,75,000, എസിന്റെ 1,00,000, S2ന്റെ 60,000. റിസർവ് ആൻഡ് സർപ്ലസ് തന്നിട്ട് പിയുടെ 92,000, S1ന്റെ 28,000, S2ന്റെ 21,000. നോൺ കറന്റ് ലൈബിലിറ്റി 6% ഡിബഞ്ചേഴ്സ് ഉണ്ട്. പിയിൽ എത്രയാണ്, 71,000 ആണുള്ളത് പിക്ക് കൊടുക്കാനുള്ളത്. S1 ലിമിറ്റഡിന് ഡിബഞ്ചേഴ്സ് 36,100, S2 19,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് 900 രൂപ ഡിബഞ്ചേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഇവിടെ എന്താണ്, ഓരോന്നിന്റെയും ലൈബിലിറ്റിയുടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇനി അസറ്റ് സൈഡ് തന്നിട്ടുണ്ട്. നോൺ കറന്റ് അസറ്റ് 2 lakh ആണ്. S1ന് 1,10,000, S2ന് 75,000. നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റുകൾ S1ൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 1,00,000 പാരന്റ് കമ്പനി, 80% ഷെയർ കിട്ടാൻ. S2ൽ 50,000, 75% ഷെയർ കിട്ടാൻ. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ് ഓഫ് എസ് ലിമിറ്റഡ്, ഇവിടെ ഒരു മ്യൂച്വൽ ഓവിങ്സ് ഉണ്ട് നമുക്കറിയാം. അതായത് സബ്സിഡയറിയുടെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മ്യൂച്വൽ ഓവിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കും. എത്രയാണ്, 20,000. ഇനി കറന്റ് അസറ്റ്സ് പിക്ക് 67,400, S1ന് 85,000, S2ന് 25,000. പിന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ് ഓഫ് എസ് ലിമിറ്റഡ് 600. അതായത് നമ്മളിവിടെ ഒരു സാധനം കണ്ടില്ലേ, 900 രൂപ ഇവിടെ കറന്റ് ലൈബിലിറ്റി ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. ആ കറന്റ് ലൈബിലിറ്റിയില് 600 രൂപ ആർക്ക് ഡ്യൂ ആവണതാണ്, നമ്മുടെ പാരന്റ് കമ്പനിക്ക് ഡ്യൂ ആവണതാണ്. പാരന്റ് കമ്പനി അക്വയർ ചെയ്ത ഡിബഞ്ചറിന് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് ആണ്. സോ നമ്മൾ അത് എന്ത് ചെയ്യും, ഒഴിവാക്കണം. 300 ബാക്കി പുറത്തുള്ള ആൾക്ക് കൊടുക്കണമല്ലോ. അപ്പൊ നമ്മളത് നോർമലി ഒഴിവാക്കും. അറിയാം, വേറൊരു കമ്പനി മ്യൂച്വൽ ഓവിങ്സ് ആണെങ്കിൽ നമ്മളത് സെറ്റ് ഓഫ് ചെയ്യാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. The reserve and surplus of S1 Limited and S2 Limited comprises only surplus. അതായത് സർപ്ലസ് മാത്രമേ ഉള്ളൂ. On 31st March 2019, the surplus of S1 Limited and S2 Limited were 15,000 and 12,000. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാ, 15,000, 12,000. In addition to shares in S1 Limited, P Limited also acquired 2/3 of debentures in S1 Limited. S1 Limited ഡിബഞ്ചർ അക്വയർ ചെയ്തു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്തതിനാൽ അഡീഷണൽ ഇൻഫർമേഷനിലും തന്നിട്ടുണ്ട്. There was no interest on debentures outstanding on 31st March 2020. അതായത് 2020 ആകുമ്പോഴേക്കും എല്ലാ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്ങും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. നമുക്കറിയാം, ആദ്യം നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമലി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ ആദ്യം കണ്ടുപിടിക്കും. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് തന്നിട്ടുണ്ടാവുക. എത്രയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തന്നിരിക്കുന്നത്, S1ന്റെ 15,000, S2ന്റെ 12,000. അപ്പൊ S1ല് പിക്ക് എത്ര ശതമാനമുള്ളത്, 80,000.
80%. S2ലോ 75%. അപ്പൊ ഇവിടെ ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കാം. സർപ്ലസ് ആസ് ഓൺ 1st April 2019. S1 S2 ഇങ്ങനെ എഴുതി ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എത്ര അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്? 15,000. S2ന്റെ എത്ര തന്നിരിക്കുന്നത്? 12,000. പിയുടെ ഷെയർ എത്രയാ? S1ല് 80% പി അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 15,000 ഇൻറ്റു 80/100 എത്രയാണ്? 12,000. S2ലോ 75% ഷെയർ ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 12,000 ഇൻറ്റു 75/100 അല്ലെ? 12,000 രൂപയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. 75% അക്വയർ ചെയ്തു. 12,000 ഇൻറ്റു 75/100 9,000. അപ്പൊ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും ആകെ പ്രീ അക്വിസിഷൻ 15,000. അതിന്റെ 80% 12,000 പിയുടെ ഷെയർ ആണ്. ബാക്കി എത്രയുണ്ട്? 3,000. ഇത് നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ ആണ്. ഇവിടെ S2ന്റെ 12,000, അതിൽ പിയുടെ ഷെയർ എത്രയാണ്? 9,000. ബാക്കി എത്രയുണ്ട്? 3,000 NCID ആണ്. ഇത് നമുക്കറിയാം. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസ് എത്രയാന്നിരിക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് 28,000 ആണ് S1ന്റെ, S2ന്റെ 21,000 ആണ്. നമ്മൾ എന്താ ചെയ്യാറ്? ക്ലോസിംഗ് ബാലൻസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കിട്ടുക. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എസിന്റെ 28,000, S2ന്റെ 21,000. ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാ? 15,000, 12,000. 15,000, 12,000. അക്വയർ ചെയ്യുന്ന സമയത്ത് 15,000 രൂപ ഉണ്ടായിരുന്നു. അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റിന്റെ ബാലൻസ് എത്രയാ? 28,000. അക്വയർ ചെയ്തതിന് ശേഷമുള്ള പീരീഡ്, അതായത് പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് എത്ര രൂപ ജനറേറ്റ് ചെയ്തു? 28,000 മൈനസ് 15,000 എത്രയാണ്? 13,000. ഇവിടെ 21,000 ആണ് ഇപ്പൊ ഉള്ളത്. എത്ര ഉണ്ടായിരുന്നു? 12,000 അക്വയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയാണ്? 21,000 മൈനസ് 12,000 9,000. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് S1ന്റെ 13,000, S2ന്റെ 9,000. അത് കണ്ടുപിടിക്കുക എങ്ങനെയാ? ക്ലോസിംഗ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് ഇൻ ബാലൻസ് ഷീറ്റ് മൈനസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. നമുക്കറിയാം പാരന്റ് കമ്പനിക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ നമ്മൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഇനി നമുക്കറിയാം 13,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അതിന്റെ എത്ര ശതമാനമാണ് പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതുള്ളൂ? 80%. കാരണം 80% ആണ് S1ൽ അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 13,000 ഇൻറ്റു 80/100 എത്രയാണ്? 10,400. S2ലോ 75% അക്വയർ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്ര? 9,000. 9,000 ഇൻറ്റു 75/100 6,750. പിന്നെ വരുന്നതാണെന്ത്? നോൺ കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ. നോൺ കൺട്രോളിങ് ബാക്കി ഉണ്ടാവും. 13,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ, അതിൽ 10,400 പിക്ക് അവകാശപ്പെട്ടതാണ്. ബാക്കി എത്രയുണ്ട്? 2,600. അതായത് 20%. ആർക്ക് അവകാശപ്പെട്ടതാ? NCIക്ക്. ഇവിടെ അതുപോലെ തന്നെ 9,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അതിൽ 75% നമ്മുടെ പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. ബാക്കി 25% എത്രയാണ്? 2,250 NCIയുടെ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാറ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യാറ്? ഷെയർ ക്യാപിറ്റലിലുള്ള വാല്യൂ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള വാല്യൂ, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള വാല്യൂ അല്ലെ? ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ ഓഫ് S1 ലിമിറ്റഡ് എത്രയാണ്? 1,00,000 ആണ്. അതിൽ 80% പാരന്റ് കമ്പനി അക്വയർ ചെയ്തു. ബാക്കി എത്രയാണുള്ളത്? 20%. 1,00,000ത്തിന്റെ 20% എന്ന് പറയുമ്പോൾ 20,000. S2ന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 60,000. അതിൽ 75% പാരന്റ് കമ്പനി അക്വയർ ചെയ്തു. ബാക്കി 25%. 60,000 ഇൻറ്റു 25% എന്ന് പറയുമ്പോൾ 15,000. അതാണ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ തന്നിട്ടുണ്ട് 15,000. അതില് 20% ആണ് നമ്മുടെ നോൺ കൺട്രോളിങ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ട് അപ്പൊ അത് ജസ്റ്റ് എഴുതിയാൽ മതി. 3,000. S2ന്റെ എത്രയാണ്? 3,000. 3,000. പിന്നെ വരുന്നുണ്ട് ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ. ഇത് നമ്മൾ കണ്ടുവച്ചിട്ട് 2,600, 2,250. മൊത്തം ആഡ് ചെയ്താൽ NCIയുടെ വാല്യൂ കിട്ടും. NCIയുടെ വാല്യൂ എന്ന് പറയുന്നത് NCI ഷെയർ ഇൻ പ്രോഫിറ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് പ്ലസ് NCI ഷെയർ ഇൻ ക്യാപിറ്റൽ ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? NCIയുടെ ഷെയർ കിട്ടി 20,000 പ്ലസ് 3,000 പ്ലസ് 2,600 എത്രയാണ്? 25,600. S2ന്റെ കേസിലോ 15,000 പ്ലസ് 3,000 പ്ലസ് 2,250 എത്രയാണ്? 20,250. ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ്. നമുക്കറിയാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാറുള്ളത്? കൺസിഡറേഷൻ പെയ്ഡ് ഇൻ എക്സസ് ഓഫ് പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർ പ്ലസ് ഷെയർ ഇൻ
പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ആണ് നമ്മൾ കാണാറ്, അല്ലെങ്കിൽ റിസർവിലുള്ളത്. ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്. പാരന്റ് കമ്പനി എത്ര രൂപയൊക്കെ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? S1 1 ലക്ഷം, S2 50,000. അപ്പൊ കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ്? 1,50,000. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? വാല്യൂ ഓഫ് ഷെയർ അക്വയർ ചെയ്തതിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ കുറയ്ക്കും. 10 ലക്ഷം 1 ലക്ഷം ഷെയറിൽ 80,000 80% നമ്മൾ എന്ത് ചെയ്തു? അക്വയർ ചെയ്തു. അതായത് എത്രയാണ് പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത്? പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താണ് 1 lakh into 80% എത്രയാണ്? 80,000 രൂപ വരെയുള്ള ഷെയർ പ്ലസ് നമ്മൾക്ക് എന്തും കൂടി അക്വയർ ചെയ്തു ആ സമയത്ത്? പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് അക്വയർ ചെയ്തു. പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? പിയുടെ ഷെയർ എത്രയാണ്? 12,000 രൂപ അല്ലെ? 12,000 15,000 ആയിരുന്നു. 15,000ന്റെ 80%, 12,000. അപ്പൊ 80,000 രൂപയുടെ ഷെയറും കിട്ടി, 12,000 രൂപയുടെ പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് കിട്ടി. മൊത്തം നമ്മൾ എത്ര രൂപ വാല്യൂള്ള അസറ്റ് അക്വയർ ചെയ്തു? 92,000. അതിന് നമ്മൾ കൊടുക്കേണ്ടി വന്നത് എത്രയാണ്? 1 ലക്ഷം. അപ്പൊ 92,000 1 ലക്ഷം മൈനസ് 92,000 എത്രയാണ്? 8,000. ഇവിടെ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് ഈസ് എക്സസ് ഓഫ് വാല്യൂ ഓഫ് അസറ്റ് ആണ് 8,000. അപ്പൊ അത് ഗുഡ്വിൽ ആണ്. ഇനി S2ന്റെ കേസിലോ കൊടുത്ത കൺസിഡറേഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. അതിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയറോ 60,000 ആണ്. അതിന് ഷെയർ ക്യാപിറ്റൽ 75% അക്വയർ ചെയ്തത്. അപ്പൊ എത്രയാണ്? 60,000 × 75 45,000. പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റിൽ എത്ര രൂപ ഉണ്ട്? 9,000 രൂപ അല്ലേ നമ്മൾ കിട്ടിയിരിക്കണം നമുക്ക്? 9,000. അപ്പൊ 45,000 പ്ലസ് 9,000 അങ്ങനെ 54,000 രൂപ വിലയുള്ള അസെറ്റ് ആണ് നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് 50,000 ആണ്. അപ്പൊ എന്താണ്? ഗുഡ്വിൽ അല്ല, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ആണ് 4,000. ഇവിടെ മാത്രമാണ് നമ്മള് മോർ ദാൻ 2 സബ്സിഡറി ഉണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. അതായത് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് വിൽ ബി സെറ്റ് ഓഫ് എഗൈൻസ്റ്റ് ദ ഗുഡ്വിൽ. അതായത് ഒരു കമ്പനി അക്വയർ ചെയ്തപ്പോ നമ്മളുടെ കൂടുതൽ എമൗണ്ട് പോയി, മറ്റേത് അക്വയർ ചെയ്തപ്പോ കുറച്ച് എമൗണ്ട് പോയുള്ളൂ വാല്യൂ ഓഫ് അസറ്റ്. അപ്പൊ നെറ്റ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാം. 8,000 മൈനസ് 4,000 അപ്പൊ 4,000. ബാക്കിയൊക്കെ നമ്മൾ ഇതുവരെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇവിടെയും വ്യത്യാസമൊന്നും ഇല്ല. ഷെയർ ക്യാപിറ്റൽ പാരന്റ് കമ്പനിയുടെ മാത്രമേ എടുക്കുള്ളൂ. 2 സബ്സിഡയറിയുടെയും പാരന്റ് കമ്പനി നമ്മൾ എന്ത് ചെയ്യില്ല, സബ്സിഡറിയും ഷെയർ ക്യാപിറ്റൽ നമ്മൾ എടുക്കില്ല. ബിക്കോസ് വി ആർ ഓൾസോ എലിമിനേറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ദീസ് 2 സബ്സിഡറി. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 2,70,5,000. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസോ ഇതിന്റെ മാത്രമേ എടുക്കുള്ളൂ. ബിക്കോസ് ഇത് നമ്മൾ ഒഴിവാക്കുന്നു. അപ്പൊ 92,000. അത് എത്ര ഉണ്ടായാലും വ്യത്യാസമൊന്നുമില്ല. 2,70,5,000 92,000 പ്ലസ് നമ്മൾ എന്താണ് അറിയാം? പാരന്റ് കമ്പനിയുടെ ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? 10,400. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ ആണ് കേട്ടോ കാണിക്കേണ്ടത്. S2 പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ 6,750. ഇവിടെ നമ്മള് സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരൊറ്റ കമ്പനിയുടെ കാണിക്കാനുള്ളൂ. ഇവിടെ 2 സബ്സിഡറി ഉള്ള കാരണം 2 സബ്സിഡറിയുടെയും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള ഷെയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് കാണിക്കും. മൊത്തം റിസർവ് ആൻഡ് സർപ്ലസിന്റെ ടോട്ടൽ എത്രയാവും? 92,000. അതിന്റെ പ്ലസ് സബ്സിഡറിയിലുള്ളത് 10,400, രണ്ടാമത്തെ സബ്സിഡറിയിൽ 6,750. അപ്പൊ 1,09,150. ഇനി നമ്മൾ അടുത്ത് എഴുതാറെന്താ? നോൺ കറന്റ് ലൈബിലിറ്റീസ് ആണ്, NCI ആണ്. നമ്മൾ നോർമലി ഒരൊറ്റ കമ്പനിയുടെ എഴുതാറുള്ളൂ. ഇവിടെ 2 സബ്സിഡറി ഉള്ള കാരണം 2 സബ്സിഡറിയിലുള്ള NCIയുടെ ഇൻട്രസ്റ്റ് എഴുതാം. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിന് S1 ലിമിറ്റഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 25,600. അതുപോലെ S2 ലിമിറ്റഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 20,250. അപ്പൊ എത്രയാണ്? 25,600 പ്ലസ് 20,250 45,850. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? 250. നമ്മൾ അടുത്തത് നോർമലി എന്താണ് എഴുതാറ്? ഡിബഞ്ചേഴ്സ് ആണ് അടുത്തത് ബാലൻസ് ഷീറ്റിനകത്ത് ഉള്ളത്. ഡിബഞ്ചേഴ്സ് എത്ര രൂപയുടെ ഡിബഞ്ചേഴ്സ് ഉണ്ട്? 71,000 രൂപയുടെ ഡിബഞ്ചർ ഉണ്ട് പാരന്റ് കമ്പനിക്ക്. പക്ഷെ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? പറഞ്ഞിട്ടുണ്ട് S1 ഡിബഞ്ചറിന്റെ 2/3 ഭാഗം പാരന്റ് കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് എന്ന്. പാരന്റ് കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് S1 എത്ര രൂപ? S1 ഡിബഞ്ചറിന്റെ 2 നമുക്കറിയാം. മ്യൂച്വൽ ഓവിങ്സ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഒഴിവാക്കും.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പാരന്റ് കമ്പനിയുടെ ടോട്ടൽ ഡിബഞ്ചേഴ്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ആ 2/3 ഭാഗം ഇൻട്രാ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കുറയ്ക്കണം. അപ്പൊ ഇവിടെ എത്രയാണ് പാരന്റ് കമ്പനിയുടെ ഇവിടെ തന്നിട്ടുണ്ട്, നോൺ കറന്റ് ലൈബിലിറ്റീസില് നമ്മുടെ എത്രയാണ് 30,000 ആണ് S1 ലിമിറ്റഡിന്റെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. 30,000 ആണ്. അപ്പൊ അതിന്റെ 2/3 ഭാഗം എന്ന് പറയുന്നത് പാരന്റ് കമ്പനി അക്വയർ ചെയ്തതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മ്യൂച്വൽ ഓവിങ്സ് ഒഴിവാക്കുന്നു. 30,000ത്തിന്റെ 2/3 ഭാഗം എന്ന് പറഞ്ഞ എത്രയാണ് 20,000. അപ്പൊ 20,000 പാരന്റ് കമ്പനി അക്വയർ ചെയ്താണ്. അപ്പൊ ടോട്ടൽ ഡിബഞ്ചേഴ്സ് മ്യൂച്വൽ ഓവിങ്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എഴുതാൻ. 30,000 മൈനസ് 20,000 എത്രയാണ് 10,000. ഇത് നമ്മുടെ എന്താണ് S1 ലിമിറ്റഡിന്റെ ഡിബഞ്ചർ ആണ്. നമ്മൾ അറിയാം എല്ലാ ലൈബിലിറ്റീസ് നമ്മൾ കമ്പൈൻ ചെയ്യും. ഇവിടെ വേറെ ഡിബഞ്ചേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ S1ന്റെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ മ്യൂച്വൽ ഓവിങ്സ് ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് ചെയ്തു. നെക്സ്റ്റ് എമൗണ്ട് എന്താണ്, കറന്റ് ലൈബിലിറ്റീസ് ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അടുത്ത എമൗണ്ട് എന്ന് പറയുന്നത്. കറന്റ് ലൈബിലിറ്റീസ് എത്രയാണ് 71,000 പ്ലസ് 36,100 പ്ലസ് 19,000. രണ്ട് സബ്സിഡറിയുടെയും ആഡ് ചെയ്യണം. എത്രയാണ് കറന്റ് ലൈബിലിറ്റി 71,000 പ്ലസ് 36,100 പ്ലസ് 19,000 എത്ര വരല്ലേ, എന്താണ് 1,26,100. പിന്നെ ഒരു സാധനം വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്. S1 ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിന്റെ മുകളിൽ കൊടുക്കാനുള്ളത് എത്രയാണ് 900 രൂപയുടെ ലൈബിലിറ്റി ഉണ്ട്. പക്ഷെ അതിൽ എന്താണ് ബാലൻസ് ഷീറ്റ് നോക്കിയാണ് 600 രൂപ അല്ലെങ്കിൽ 900ന്റെ 2/3 ഭാഗം ഇൻട്രസ്റ്റ്. ഡിബഞ്ചറിന്റെ 2/3 ഭാഗം പാരന്റ് കമ്പനി അക്വയർ ചെയ്ത കാരണം ഇൻട്രസ്റ്റിന്റെ 2/3 ഭാഗം ആർക്ക് അവകാശപ്പെട്ടതാണ്, പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അതൊരു മ്യൂച്വൽ ഓവിങ്സ് ആണ്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കണം. 900 ഉണ്ട്, പക്ഷെ 2/3 ഭാഗം പാരന്റ് കമ്പനിക്ക് തന്നെ പോണതാണ്. അപ്പൊ 900 × 2/3, അതായത് 600 രൂപ പാരന്റ് കമ്പനിക്ക് തന്നെ പോണതാണ്. അപ്പൊ ബാക്കി 300 ഉള്ളൂ പുറത്തേക്ക് പോണത്. അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. ബിക്കോസ് ആസ് പെർ IFRS we have to omit the mutual owings. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് 300. എല്ലാ ഐറ്റംസും ടോട്ടൽ ചെയ്യുമ്പോൾ we will get the liability side 5,66,400. നമുക്ക് കറണ്ട് അസറ്റ് സൈഡില് നോൺ കറണ്ട് അസറ്റ് എത്രയാ 2 ലക്ഷം പ്ലസ് 1,10,000 പ്ലസ് 75,000. മുൻപുള്ള പ്രോബ്ലം നമ്മൾ ഒരൊറ്റ സബ്സിഡറിയുടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 2 സബ്സിഡറിയുടെയും ആഡ് ചെയ്യണമെന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. 3,85,000. അടുത്തത് നമ്മുടെ ഗുഡ്വില്ലാണ്. ഒരു കമ്പനിയില് ഗുഡ്വില്ലും വേറൊരു കമ്പനിയില് ബാർഗെയിൻ പർച്ചേസും ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്വില്ലിനായിട്ട് അത് സെറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുക. അല്ലാതെ ബാർഗെയിനിങ് 4,000 ലൈബിലിറ്റിയിലും ഗുഡ്വിൽ 8,000 അസറ്റിലും അല്ല കാണിക്കുക. ഗുഡ്വിൽ അക്കൗണ്ട് വിൽ ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് ദ ബാർഗെയിൻ പർച്ചേസ്. ഗുഡ്വിൽ എത്രയാണ് 8,000 രൂപ. അതിൽ ബാർഗെയിൻ പർച്ചേസ് എത്രയാണ് 4,000 S2ന്റെ. അപ്പൊ 8,000 മൈനസ് 4,000 എത്രയാണ് 4,000. അടുത്ത ഐറ്റം എന്താണ്, കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എത്രയാണ്, കറണ്ട് അസറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 67,400 പ്ലസ് 85,000 പ്ലസ് 2,500. അപ്പൊ അതെടുത്തുണ്ട്. കറണ്ട് അസറ്റ് എത്രയാണ് 67,400 പ്ലസ് 85,000 പ്ലസ് 25,000 എത്രയാണ് 1,77,400. അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോഴും 5,66,400. നമ്മൾ ഇതുവരെ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഒരു സബ്സിഡറിയുടെ ഷെയർ ആണ് സാധാരണ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറ്. ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ ഷെയർ ഓഫ് NCI ഒക്കെ ഇത് 2 സബ്സിഡറിയുടെ നമ്മൾ കാണിക്കേണ്ടി വരും മാത്രം. പിന്നെ ആകെ ഒരു വ്യത്യാസം വരുന്ന ഗുഡ്വില്ലിന്റെ കാര്യത്തിലാണ്. ചില കേസുകളിൽ 2 സബ്സിഡറി അക്വയർ ചെയ്യുമ്പോൾ വി വിൽ ഹാവ് ഗുഡ്വിൽ. അപ്പൊ നമ്മൾ ആ ഗുഡ്വില്ല് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അസറ്റിന്റെ അവിടെ എഴുതിയാൽ മതി. പക്ഷെ ചില കേസുകളിൽ ഒരെണ്ണത്തിന് ഗുഡ്വില്ലും ഒരെണ്ണത്തിന് ഗെയിൻ ഫ്രം ബാർഗെയിനിങ് ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഗെയിൻ ഫ്രം ബാർഗെയിനിങ് ഗുഡ്വില്ലിനെതിരെ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് ഗുഡ്വില്ലിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ അസറ്റ് സൈഡിലാവുക, മറ്റേത് ബാർഗെയിനിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ ലൈബിലിറ്റി സൈഡിൽ എഴുതുക. പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇല്ലുസ്ട്രേഷൻസ് ചെയ്യാനുള്ള സമയമില്ല, ഒരു ചാപ്റ്റർ കൂടി നമുക്ക് എടുക്കാനുണ്ട്. തന്നെ വർക്ക്ഔട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.